എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ? ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ഗീതവും വിജയലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് വിജയലക്ഷ്മി ഗീതുവിനോട് പറഞ്ഞു, നിനക്കും ഗോവിന്ദനും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാണെങ്കിൽ രാധികനെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഇതൊക്കെ സാധ്യമാകുന്ന കാര്യമാണോ അമ്മേ? കണ്ണേട്ടന്റെ ഉള്ളില് രാധികാമ്മനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ചിത്രമുണ്ട്. നമ്മളിപ്പോ ആരൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ ചിത്രം മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്ന് പറയാം. വിജയലക്ഷ്മി പറഞ്ഞു, അവളെ അടവ് പിടിച്ചോളാ, അവൾ എന്ത് തന്ത്രങ്ങളും പയറ്റും. നിന്നെ അവിടുന്ന് പായിക്കാനായിട്ട് അത് സൂക്ഷിച്ചും കണ്ടും വേണം നീ അവിടെ നിൽക്കാനെന്ന് പറയാ. ഇനിയിപ്പോ ഒരു മാർഗം മാത്രമുള്ളമ്മേ, രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട്. അത് അവർണികയാണ്. അവർണിക വിചാരിച്ചാൽ മാത്രമേ ഇനിയിപ്പം സത്യങ്ങളൊക്കെ തെളിയുള്ളൂ. കിഷോറിന്റെ ലാപ്ടോപ്പിനകത്തുള്ള ആ തെളിവുകളൊക്കെ ഇനി ഗോവിന്ദനെ കാണിച്ചാൽ മാത്രമേ രാധികാമ്മേനെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് വരികയുള്ളൂ. അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും രാധിക പിടിച്ചു വയ്ക്കാൻ നോക്കും. ഒരു പക്ഷെ വരുണിനെ തള്ളിക്കളഞ്ഞാൽ പോലും. ഇപ്പൊ വരുണിനെ തള്ളിക്കളഞ്ഞിട്ടാണ് ഗോവിന്ദനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. പക്ഷെ നാളെ എന്തായാലും സംഭവിക്കുന്നു വന്നാൽ വരുണിനെ ഇല്ലാതാക്കാൻ പോലും മടിക്കത്തില്ല. കാരണം അവൾ അത്രയ്ക്ക് സ്വാർത്ഥ്യ. അവളെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല ഗീതു, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. പെട്ടെന്ന് ഗീതു പറഞ്ഞു, ഓ ശരി ശരി, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയല്ല, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെ അമ്മയുടെ ഉള്ളിലുണ്ടല്ലോ. അത് എപ്പോഴാ പോലും എന്റെ മുന്നിലൊന്ന് തുറക്കണേ. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, രഞ്ജുവിനെ അമ്മയുടെ എത്തിക്കുവാണെങ്കിൽ അമ്മ രഹസ്യങ്ങളുടെ കലവറ എന്റെ മുന്നിൽ തുറക്കുമെന്ന്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കില്ല അല്ലേന്ന് ചോദിക്കുക. പിന്നെ ഞാൻ സംഗീതത്തെ തൊട്ടാ സത്യം ചെയ്തിരിക്കുന്നത്, ഒരു കാരണവശാലും ഞാൻ വാക്ക് മാറ്റില്ലെന്ന് പറയാം. എന്നാ ഒരു കാര്യം ചെയ്തു, എന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് ആ രഹസ്യങ്ങളുടെ കലവറ എന്റെ മുന്നിൽ തുറക്കാൻ തയ്യാറായിട്ടിരുന്നു. എന്താ നീ പറഞ്ഞേ? ആ, അങ്ങനെ എന്തേലും സംഭവിക്കണമെങ്കിൽ എന്തേലും മാജിക്ക് സംഭവിക്കണം. രഞ്ജു ഇവിടെ എത്തണമെങ്കിൽ എന്തേലും മാജിക്ക് നടന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ പറയാം. അന്നൊരു കാര്യം ചെയ്തോ, ആ മാജിക്ക് നടത്താനുള്ള മജീഷ്യനായിട്ട് വന്നോണ്ടിരിക്കുവെന്ന് പറയണം. മജീഷ്യൻ ആര്? അതൊക്കെ ഇപ്പൊ വരും. ആ മജീഷ്യൻ ഇപ്പൊ വരുമ്പം കണ്ടോളാൻ പറയാണ്. എന്റെ ഇക്ക ആ മജീഷ്യനെയും കൂടി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവെന്ന് പറയാം. പെട്ടെന്ന് പുറത്തൊരു ഓണടി ശബ്ദം കേട്ടെ. അതെ, ഇക്ക മജീഷ്യനെ കൊണ്ട് വന്നു കിട്ടോന്ന് പറയാണ്. രണ്ടുപേരും കൂടെ സിറ്റ് ഔട്ടിലങ്ങ് ഇറങ്ങി ചെന്നു. ആദ്യം അജാസാണ് അതിനകത്ത് നിന്ന് ഇറങ്ങിയത്. അജാസ് ഇറങ്ങിയിട്ട് ഡോർ അങ്ങ് തുറന്നു കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുനിന്ന് ധ്യാൻ ഇറങ്ങുവാണ്. ധ്യാനെ കൊണ്ട് ഒരു നിമിഷം വിജയലക്ഷ്മി ഒന്ന് ഞെട്ടിത്തെരിച്ചു നിന്നു. ഗീതന്റെ ഉള്ളിലൊരു ചിരിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ധ്യാൻ അങ്ങോട്ട് കയറി വന്നു. വിജയലക്ഷ്മിയെ കണ്ട ഉടനെ ആ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം മേടിക്കുകയാണ്. വിജയലക്ഷ്മി പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നീട് ഗീതുവിന്റെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, അല്ല നിങ്ങളാണോ എന്നെ ഫോൺ വിളിക്കുന്ന ആ ആള്? ഗീതാഞ്ജലി, ഗോവിന്ദമാധവന്റെ ഭാര്യ. അതെ, ഞാൻ തന്നെയാന്ന് പറയാ. ഈ സമയത്ത് ധ്യാന്റെ നിപ്പും വിജയലക്ഷ്മിയുടെ നോട്ടം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഗീത ചോദിച്ചു, അല്ലമ്മേ, അമ്മ എന്താ അകത്തേക്ക് ധ്യാനെ വിളിക്കാത്തെ? അമ്മ എന്താ പുറത്ത് തന്നെ നിർത്തിയേക്കണേന്ന് ചോദിക്കുക. അല്ല ധ്യാനെ, നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് വിജയലക്ഷ്മി ചോദിക്കുക. ഈ ചോദ്യം കേട്ട് ധ്യാന്റെ മുഖത്തിൽ പതർച്ചയുണ്ടായി. ഞാൻ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നല്ല, പക്ഷെ വരേണ്ടതായിട്ട് വന്നു. എന്റെ രഞ്ജുവിന് വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. രഞ്ജുവിന് വേണ്ടിയിട്ടോ? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ അവളെ കുറിച്ചുള്ള? അവളുടെ ജീവിതം, അവൾക്കൊരു കുടുംബജീവിതം സാധ്യമാകുന്നില്ലെന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ടല്ലേ നിന്നെ എന്നോടൊന്ന് പറഞ്ഞു വിട്ടെ. നിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചല്ലേ? ഇനി നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നെന്നുള്ളേ. അവൾക്കൊരു കുടുംബജീവിതം സാധ്യമാകത്തടുത്ത് നീ പിന്നെ എന്തിനാ ധ്യാനം വീണ്ടും ഇങ്ങോട്ട് വന്ന് അവളുടെ ജീവിതം, ഇനി ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കണേ? പെട്ടെന്ന് ഗീതു പറഞ്ഞു, അവൾക്കൊരു കുടുംബജീവിതം നടക്കില്ലെന്നല്ലേ ഉള്ളൂ, അവൾക്കൊരു പ്രണയജീവിതം ആകാലോ അമ്മേ. അവളൊരു പ്രണയജീവിതം നയിച്ചെന്നോർത്തുകൊണ്ട് എന്താ സംഭവിക്കാൻ പോണേ? ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇവർക്ക് പ്രണയിച്ച് ജീവിക്കുന്നതിന് കുഴപ്പമില്ല. ഗീതു, നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ദേ, എന്റെ ഇവന്റെ മുന്നിൽ വെച്ച ഡോക്ടറല്ല സത്യങ്ങളും പറഞ്ഞത്. പെട്ടെന്ന് ധ്യാൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന. പക്ഷെ ഈ നിൽക്കുന്ന ഗീതാഞ്ജലിയുടെ ഒരു ഫോൺ കോൾ എന്നെ ഇവിടത്തേക്ക് ഇങ്ങോട്ട് വരുത്തിയത് അറിയാവോ? പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി എന്ത് ചെയ്യുക, അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണം, ഒന്നും മറുപടി പറയാതെ. അങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ധ്യാനോട് ഗീത പറഞ്ഞു, ബാ അകത്തേക്ക് കയറി വരാനും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് വിജയലക്ഷ്മി പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക. വിജയലക്ഷ്മിക്ക് വല്ലാത്തൊരു പരവേശമായിപ്പോയി. അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെന്നപ്പോഴത്തേനും തന്നെ ധ്യാനിനോട് വിജയലക്ഷ്മി വെച്ചു, ഓഹോ, അപ്പൊ ഗോവിന്ദന്റെ പണക്കൊഴുപ്പ് കണ്ടോണ്ടായിരിക്കും നീ വീണ്ടും ഇങ്ങോട്ട് വന്നല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ധ്യാൻ പറഞ്ഞു, അമ്മയ്ക്കറിയാലോ ഞാൻ അങ്ങനെ പണത്തിൽ വീഴുന്ന ആളൊന്നുമല്ല. പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ രഞ്ജുവിനെ സ്നേഹിച്ചേ. അന്ന് ഒന്ന് സ്നേഹിച്ച രഞ്ജുവിനെ പണത്തിന് വേണ്ടിയിട്ടല്ല, എനിക്ക് അവളോടൊപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ്.
പക്ഷെ അവൾക്ക് ആ അസുഖമുണ്ട്, അവൾക്കൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പം അവളുടെ ജീവിതം ഒരിക്കലും തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷെ ഈ നിൽക്കുന്ന ഗീതുവിൻ്റെ ഒരു ഒറ്റ ഫോൺ കോൾ മാത്രം എന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തിച്ചതെന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന ഗീതുവും ധ്യാനും തമ്മിലുള്ള ഫോൺ സംഭാഷണമായിരുന്നു. ധ്യാനെ വിളിച്ച് ഗീതു സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ധ്യാൻ വിജയലക്ഷ്മിയോട് പറയുമായിരുന്നു. ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഗീതു പറഞ്ഞു, അല്ല ധ്യാനം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് വെക്കുക, ഈ നിങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയുമോ എന്ന് ചോദിക്കുക. അപ്പൊ അതുപോലെ തന്നെയാണിത്. നിങ്ങൾ രഞ്ജു തമ്മിൽ അത്ര പ്രണയബന്ധത്തിലല്ലേ? ഇപ്പൊ രഞ്ജുവിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ശരിയാണോ? അവൾക്കൊരു കുടുംബജീവിതം സാധ്യമാകുന്നല്ലേ ഉള്ളൂ. പക്ഷേങ്കില് നിങ്ങൾക്ക് പ്രണയിച്ച് ജീവിക്കാലോ, എത്രയോ കാലം വേണം ജീവിക്കാലോ. അവള് ജീവനോടെ ഉള്ളിടത്തോളം കാലം നിനക്ക് ജീവിക്കാമല്ലേ? ഇപ്പൊ തന്നെയാണെങ്കിൽ ധ്യാനൊരു ജീവിതമില്ല, അവളെ കുറിച്ചുള്ള ചിന്തയില ധ്യാൻ ജീവിച്ചിരിക്കുന്ന തന്നെ. അപ്പൊ അതുപോലെ തന്നെയല്ലേ രഞ്ജു. എന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്ക്. ഞാൻ ഓരോ ദിവസവും ഗോവിന്ദേട്ടൻ എന്റേതാവുന്ന സ്വപ്നം കണ്ടിരിക്കുക. ഗോവിന്ദേട്ടൻ ജീവന് വേണ്ടി ഇപ്പൊ ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവരുടെയും പിടിയിൽ നിന്ന് ഗോവിന്ദേട്ടനെ രക്ഷിച്ച് എന്റേതാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുന്ന പോലും അറിയത്തില്ല. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ജീവിച്ചുകൂടെ? ഒരു പ്രതീക്ഷയോടെ ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞറിയാവോ, ഗീതാഞ്ജലിയുടെ ആ ഒറ്റ ചോദ്യമാണ് എന്നെ ഇവിടത്തേക്ക് വരുത്തിച്ച്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വിജയലക്ഷ്മിയുടെ വരെ കണ്ണ് നിറഞ്ഞു പോയി. തന്നെ ഇത്രമാത്രം ഇവള് സ്നേഹിക്കുന്നുണ്ടോ? തന്നെ മാത്രമല്ല, തന്റെ മകളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ സമയത്ത് വിജയലക്ഷ്മി തിരിച്ചറിയണം. അപ്പോഴാണ് അജാസ് അങ്ങോട്ട് കയറി വരുന്നത്. അജാസ് പറഞ്ഞു, വരുന്ന വഴിയിലെല്ലാം ഞാനും സംസാരിച്ചുകൊണ്ടിരുന്ന ഗീതുവിനെ കുറിച്ചായിരുന്നു. ഒരുപക്ഷെ ഗീതു രഞ്ജുവിന്റെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ മാത്രമല്ല ഇങ്ങനൊരു കാര്യം ചെയ്തത്. വിജയലക്ഷ്മി മാഡത്തിനെ രഞ്ജുവിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ട് കൂടെയാണ് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ചെയ്തത്. ശരി തന്നെയല്ലേ? ഗീതു എത്രമാത്രം റിസ്ക് എടുത്തെന്ന് ആലോചിച്ച് നോക്കിയേ. രഞ്ജുവിനെയും വിജയലക്ഷ്മി മാഡത്തിനും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഇത്ര വലിയ നാടകങ്ങളൊക്കെ കളിച്ച്. ഇനി നമ്മുടെ ഗീതുവിന്റെ മനസ്സ് കണ്ടിരുന്ന് നടിക്കരുത്. പെട്ടെന്ന് വിജയലക്ഷ്മി ഗീതുവിനെ ചേർത്ത് വിളിച്ചിട്ട്, മോളെ ഇല്ലമ്മേ, എനിക്കറിയാം, എനിക്ക് രഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം. അമ്മയൊന്ന് ഓർത്ത് നോക്കിയേ. ഒരു പക്ഷേ ധ്യാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രഞ്ജുവിന്റെ അസുഖം ചിലപ്പോൾ പകുതി ഭേദമാകുമായിരിക്കും. പക്ഷെ മോളെ, അത് എത്രമാത്രം സക്സസ് ആവും? എത്ര നാൾ അവളെ നമുക്കിങ്ങനെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പൊ ഒരു പക്ഷെ ധ്യാന്റെ ഈ വരവ് രഞ്ജുവിന്റെ മനസ്സൊരു കുളിർമഴയായിട്ട് പെയ്യും. ഇവര് വീണ്ടും ഫോൺ വിളിക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങും. അങ്ങനെ ഇനി വരുന്ന സമയത്ത് വിവാഹം കഴിക്കാന്നും പറഞ്ഞ് ധ്യാൻ മടങ്ങിപ്പോവും. പിന്നീട് ഇവര് ഫോണിൽ കൂടെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എത്ര നാൾ അവരങ്ങനെ മുന്നോട്ട് പോകും? രഞ്ജുവിന് ജീവനുള്ളിടത്തോളം കാലം. അത് നല്ല കാര്യമല്ലമ്മേ. ഒരു പക്ഷെ ധ്യാൻ കൂടെയാണെന്നുള്ള വിശ്വാസം രഞ്ജുവിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും മരണത്തിന് അവൾ പിടികൊടുക്കത്തില്ല. അത് നല്ല കാര്യമല്ലമ്മേന്ന് ചോദിക്കുകയാണ്. വിജയലക്ഷ്മിക്ക് മനസ്സിലായി രഞ്ജുവിന് വേണ്ടിയിട്ട് ഗീതു എത്രമാത്രം റിസ്ക് എടുത്തിരിക്കുന്നത്. തന്നെക്കാളും കൂടുതൽ ഇവള് മുന്നോട്ട് ചിന്തിച്ചിരിക്കുന്നു തന്റെ മകൾക്ക് വേണ്ടിയിട്ട്. ഇവള് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഗോവിന്ദന്റെ അമ്മയാണ് താനെന്ന് പോലും അറിയാതെയാണ് ഇവള് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഗീതുവിന് ഫോൺ ബെല്ലടിക്കാണ്. നോക്കിയപ്പോൾ ഗോവിന്ദ വിളിക്കുന്നത്. പെട്ടെന്ന്, ഒരു ദൈവം, ഇന്ന് രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. ഗോവിന്ദയുടെ ഹോസ്പിറ്റലിലാണ് വിളിക്കുന്നത്. ഞാൻ കോൾ എടുക്കട്ടെ? വിളിച്ചിട്ട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ രഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. കണ്ണേട്ടൻ്റെ കണ്ണ് വെടിച്ച് എങ്ങനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ. പെട്ടെന്ന് ഗീത് കോൾ എടുക്കുവാണ്. എന്താ കണ്ണേട്ടാ? അല്ല, നീ എപ്പോഴും ഇങ്ങോട്ട് വരണം? നീ ഇതുവരെയായിട്ടും വന്നില്ലല്ലോ എന്ന് ചോദിക്കുക. ദേ, ഞാൻ ഓൺ ദി വേയാ, ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുക. ഫോൺ വെച്ചിട്ട് പറഞ്ഞു, എങ്ങനെയും കണ്ണേട്ടനെ പിടിയിൽ നിന്ന് അവളെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം. എന്തേലും മാർഗം കണ്ടെത്തിയേ പറ്റുള്ളൂ. പെട്ടെന്ന് അജാസ് പറഞ്ഞു, ഇത്രയും വലിയ നാടകങ്ങളൊക്കെ കളിക്കുന്ന എന്റെ പെങ്ങൾക്കാണോ അതിന് സാധിക്കാത്ത? പെങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, ഒന്നും സംഭവിക്കില്ല. രഞ്ജുവിനെ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുമെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന വിലാസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം ഈ സമയത്ത് വിനോദും പ്രിയയും കൂടെ അങ്ങോട്ട് വന്നു. വിലാസിന് ഇങ്ങനെ നിൽക്കുന്നത്, എന്താ അമ്മേ, ആരെയും നോക്കി നിൽക്കുന്ന പോലെ? അതൊക്കെയുണ്ട്. ഈ സമയത്താണ് ബൈക്കേലെ ഒരുത്തനം കൂടെ വരുന്നേ. അപ്പൊ അവൻ വരുന്നത് വെറുതെ ഒന്നും വരുന്നതല്ല, അവൻ പാഴ്സലുമായിട്ട് വരുന്നതാ. അപ്പൊ ഹോട്ടലിൽ നിന്ന് ഡെലിവറി ബോയ് ആയിരുന്നു വന്നത്. അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന് പൈസയും കൊടുത്തിട്ട് പാഴ്സൽ വാങ്ങണം. പാഴ്സൽ വാങ്ങിയപ്പോൾ ഒരു കാര്യം ചോദിച്ചു, അല്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിലുണ്ടല്ലോ, അറിയാലോ എന്റെ സ്വഭാവം അറിയാലോ, ഇതെല്ലാം നല്ല ഓക്കെയാണ് മാഡം, ഒന്നുകൂടും പേടിക്കണ്ടെന്ന് പറയണം. അങ്ങനെ 1000 രൂപ എടുത്ത് കൊടുക്കുക. മാഡം ചില്ലറ തരാൻ ബാക്കിയില്ല. അതൊന്നും കുഴപ്പമില്ല, ബാക്കി 400 രൂപയല്ലേ ഉള്ളൂ, അത് വെച്ചോ, നമുക്കിനിയും പിന്നെയും കാണണ്ടല്ലേ. ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അന്തം വിട്ട് നോക്കുക ബാക്കി രണ്ടുപേരും. വിനോദിന്റെ ഗീതുവല്ല പ്രിയയുടെ നേരെ നോക്കിയിട്ട്
വിലാസിന് നല്ല ഫുഡൊക്കെ കഴിക്കണമെന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡൊക്കെ പുറത്തുനിന്നേ വാങ്ങിക്കുന്നത്. നീ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വായ വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ലല്ലോ പ്രിയെന്ന് പറയാണ്. അതുകൊണ്ടല്ലേ അമ്മേനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു കാര്യം ചെയ്യുക, അമ്മ ഇനി തൊട്ട് ഫുഡ് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയേ. അതൊന്നും ശരിയാകത്തില്ല. ഞാൻ അടുക്കള കയറി ജോലി ചെയ്യുന്നേ എനിക്ക് പണം തരുന്ന ആൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ അടുക്കള കയറി ജോലിയൊന്നും ചെയ്യാത്തെ. എനിക്ക് നല്ല റെസ്റ്റ് വേണമെന്നാ പറഞ്ഞേ. ഞാൻ അകത്തേക്ക് പോട്ടെ എന്നും പറഞ്ഞിട്ട് വിജയലക്ഷ്മി അല്ല, സോറി കേട്ടോ, വിലാസിനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് വിനോദ് പ്രിയോട് പറഞ്ഞു, കണ്ടില്ലേ, എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട്. അച്ഛൻ്റെ കയ്യിൽ പണമുണ്ട്, അമ്മയുടെ കയ്യിൽ പണമുണ്ട്. പണമില്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. കണ്ടോ, എനിക്ക് ആകപ്പെട്ട് കിട്ടുന്ന ആ സാലറി മാത്രമേ ഉള്ളൂ. ആ സാലറി കൈകാര്യം ചെയ്യുന്നോ അത് നിന്റെ അനുവാദം വേണോ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്? ഇത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിനോദ് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് പ്രിയയുടെ ഫോണിലേക്ക് രാധികാമ്മയുടെ കോള് വരുവാണ്. രാധികാമ്മ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോളെ ഇപ്പൊ നീ ഇങ്ങോട്ട് വരാറ് പോലും ഇല്ലല്ലോ. അതെന്ത് വർത്താനമ്മ പറയുന്നേ? കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. ഓ അതാണോ? അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്നേ. നിന്റെ ഡെലിവറിക്ക് ആറായില്ലേ? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട സമയം കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക. അതിനിപ്പോ എന്താമ്മേ, എനിക്ക് എപ്പോ വെള്ളം അങ്ങോട്ട് വരാവുന്നതല്ലേ ഉള്ളൂ. അല്ല മോളെ, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടുത്തെ ഗോന്മാധവന്റെ ഒറ്റ പെങ്ങളല്ലേ. അപ്പൊ നിന്നെ ആ ഒരു രീതി തന്നെ വേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്, ആഘോഷമായിട്ട് ചടങ്ങുകളൊക്കെ നടത്തി വേണ്ടേ കൊണ്ടുവരാനായിട്ട്. പക്ഷെ ഇതുവരെയായിട്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഓ അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനൊന്നും കണ്ണിനിപ്പോ എവിടെന്നാ സമയം? അതെന്താമ്മ അങ്ങനെ പറഞ്ഞത്? അറിയാലോ, ഗോവിന്ദേട്ടൻ നല്ല തിരക്കുള്ളതല്ലേ. ഗോവിന്ദേട്ടൻ ഗിരിച്ചേച്ചിയെ തിരക്കിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന. അതുകൊണ്ടല്ല അമ്മയെന്ന് ചോദിക്കണം. പിന്നെ അവന് തിരക്ക്, അവനിപ്പോ എന്ത് തിരക്കാന്നാ പറയണേ? അവനിപ്പോ ഒരു തിരക്കുമില്ല. അവന്റെ ആകെപ്പാടെയുള്ള തിരക്കെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇവിടെ രഞ്ജു എന്ന് പറയുന്ന ഒരുത്തി വന്നിട്ടുണ്ട്. അവളുടെ പുറകെ നടക്കുക അവന്റെ തിരക്ക്. ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇപ്പാണ്ടെ അവള് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവളുടെ അടുത്തിരുന്ന് അവളെ നോക്കിക്കൊണ്ടിരിക്കുക നിന്റെ ഏട്ടൻ. അത് നിനക്ക് അറിയാവുന്ന ചോദിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നിന്റെ ഏട്ടൻ നിനക്ക് കൈവിട്ടു പോകുന്നു പറയാം. ആ രഞ്ജുവിന്റെ പിടിയിലമർന്നു. ഇപ്പൊ നിന്നെയൊന്നും വേണ്ട, അറിയാവോ? നിന്നേക്കാളും കൂടുതൽ സ്നേഹം ഇന്നലെ കയറി വന്ന് അവളോടാന്ന് പറയാണ്. പെട്ടെന്ന് പ്രിയയിലൊരു ഞെട്ടുണ്ടായി. പ്രിയ പറഞ്ഞ, അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളെ മോളെ പറഞ്ഞെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആർക്ക് ഞാൻ എൻ്റെ ഗോവിന്ദനെ വിട്ടുകൊടുക്കില്ല. ഗോവിന്ദന് ഒറ്റ ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ, അത് ഞാനാ. അതെ, നീ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നീ ഇങ്ങോട്ട് വന്നാലും എന്തേലുമൊക്കെ നടക്കുള്ളൂ. നീ ഇങ്ങോട്ട് വാ മോളെ എന്ന് പറയാണ്. ഇത് കേട്ട ഞാൻ അങ്ങോട്ട് വരാം അമ്മയെന്നും പറഞ്ഞ് പ്രിയ ഫോൺ കട്ട് ചെയ്യുവാണ്. ഫോൺ കട്ട് ചെയ്യുന്നപ്പോൾ രാധിക അമ്മയ്ക്ക് സന്തോഷേ. അവള് വന്നാൽ എന്തേലുമൊക്കെ ഇവിടെ നടക്കും. അവളുടെ ഗോവിന്ദനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കും. ആരാണ് രഞ്ജു എന്നുള്ള സത്യം ഗോവിന്ദന് പുറത്ത് പറയേണ്ടതായിട്ട് വരും. അപ്പൊ എല്ലാ സത്യങ്ങളും ഗോവിന്ദന്റെ വായിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് രാധികയെ കാത്തിരിക്കുന്നതെന്ന് പറയാ. മനസ്സിൽ രാധിക പറയുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.